ചീഫ് സെക്രട്ടറി നടത്തുന്ന ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന എൻ പ്രശാന്തിന്റെ വിചിത്ര ആവശ്യം സർക്കാർ തള്ളി. ലൈവ് റെക്കോർഡിംഗോ ഉണ്ടാകില്ല. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമെന്നും സർക്കാരിന്റെ മറുപടി. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് നമുക്കൊപ്പം ചേരുന്നത്. അഞ്ജു, വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ സർവീസ് നടപടി നേരിടുന്ന എൻ പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് എല്ലാം എങ്ങനെയാണ് ലൈവ് സ്ട്രീം ചെയ്യുക? ബിനിൽ, അത് തന്നെയാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബറിലാണ് ഈ എൻ പ്രശാന്തിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. അതിനുശേഷം വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു വകുപ്പ് തല അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഹിയറിംഗ് നടത്താൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശം നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ മാസം 16-ന് പ്രശാന്തിന് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു ആവശ്യവുമായിട്ട് എൻ പ്രശാന്ത് IAS മുന്നോട്ടേക്ക് വരുന്നത്. ഹിയറിംഗ് ലൈവ് സ്ട്രീം വ്യക്തമാണ്, ലൈവ് സ്ട്രീം ചെയ്യാൻ ആകില്ല, അതൊരു വിചിത്രമായ ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ.